ഇന്നൊരു ഹോളി സ്പെഷ്യൽ ദഹിബല്ലിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. ഇന്ന് ഞാൻ ഇവിടെ ദഹിബല്ലിക്കുള്ള ഉഴുന്ന് ഇവിടെ ഞാനൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകി നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉഴുന്ന് വടക്കി അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കണം. നല്ലൊരു ജാറിൽ കഴുകി വെച്ചേക്കണം ഉഴുന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി സൈഡിലേക്ക് ആക്കി നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കണം. കുറേശ്ശെ വെള്ളം തളിച്ച് അധികം വെള്ളം ഒഴിക്കരുത്. നമ്മുടെ ഉഴുന്നിവിടെ അരഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കട്ടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ലൂസാവാൻ പാടില്ല. നമുക്ക് ഇത് കുറച്ച് ബോൾസ് ആയിട്ടാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. നമ്മളിതൊക്കെ എടുത്ത് ഇതിൽ ഉപ്പും ഒന്നും ആഡ് ചെയ്യില്ല. ഉപ്പ് നമ്മളൊരു വെള്ളത്തിലാണ് ആഡ് ചെയ്യുന്നത്. അത് വേറൊരു തരം പ്രിപ്പറേഷനാണ്. നമ്മുടെ ഉഴുന്നുവട പോലെയല്ല. അപ്പം അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് അതിനെ കൈ കൊണ്ട് അടിച്ചടിച്ച് അതിനെ സ്മൂത്ത് ആക്കണം. അപ്പോൾ ഇത് നല്ല പൊള്ളച്ച് അതിങ്ങനെ വീർത്ത് വരുള്ളൂ. ആ ബോൾസ് പോലെ നല്ലോണം വീർത്ത് വരണം ഉഴുന്നിൻ്റെ ബോൾസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലോണം കൈ കൊണ്ട് അടിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് ആക്കി ഇങ്ങനെ അടിച്ചടിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് നമുക്കതിനെ എണ്ണയിൽ വറുത്തെടുക്കണം. നല്ലോണം ഒരു സൈഡിലേക്ക് അതിനെ നമ്മുടെ ഉഴുന്ന് ഇവിടെ അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മതി. നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 1 ലിറ്റർ വെള്ളത്തോളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറിയതായിട്ട് ചൂടാക്കണം. ഇതിന് ചെറുതായിട്ട് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് കുറച്ച് കായിട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ കായപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, വെള്ളം ചെറുതായിട്ട് ചൂടാവാൻ പാടുള്ളൂ, അധികം ചൂടാവാൻ പാടില്ല. ചൂടാക്കി നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക, നമുക്ക് വട വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. നമ്മൾ ചൂടായിട്ടുണ്ട്. നമ്മൾ കൈ നനച്ചിട്ട് ചെറിയ ബോൾസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണ അങ്ങനെ കയ്യിലോണ്ട് മുകളിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ അത് വീർത്ത് വരും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറച്ചിടാൻ പാടുള്ളൂ. ഇതിന് ഇതിവിടെ പകുതി വേവായിട്ടുണ്ട്. പിന്നെ പകുതി വേവാകുമ്പോൾ നമ്മൾ എടുക്കണം. എന്നിട്ട് ഒന്നിച്ചിട്ട് നമ്മൾ എല്ലാതും വടയും ഒന്നിച്ച് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. ഇതിനെ അപ്പം നമുക്കതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കണ വടകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടി മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് അതിനെ വറുത്തെടുക്കണം. ചെറിയ ചൂടുവെള്ളം നമ്മൾ കായും കുറച്ച് ഉപ്പും ഇട്ടിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കണം.
ചെറിയ ചൂടുവെള്ളം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വെള്ളം കയറാനാണ്. ഈ വട ആ വെള്ളം കുടിച്ചിട്ട് എന്നിട്ട് അതിനെ വെള്ളം കളഞ്ഞിട്ട്, അതായത് ഒന്നും ഫുൾ കളയരുത്, ചെറുതായിട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതിന് ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇതായിട്ടാണ് നമ്മളിതിനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കായത്തിൻ്റെ ഒരു മണം, ചെറിയൊരു ഉപ്പും, അധികം ഉപ്പ് പാടില്ല. എന്താ വെച്ചാൽ നമ്മൾ ചട്നി ഓൾറെഡി ഇതിൽ ഒക്കെ ആഡ് ചെയ്യണ കാരണം അതിലൊക്കെ ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ ഉപ്പില്ലാത്തത്, നമ്മൾ ഈ വടയിലേക്ക് ഉപ്പ് ചേർക്കണ്ടെന്ന് പറയണത്. അപ്പോൾ നമ്മുടെ ചട്നികളിൽ നമ്മൾ 2 തരം ചട്നി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മല്ലിയുടെ ഇല ഇട്ടിട്ടുള്ള പച്ച ചട്നി, അതുമാതിരി നമ്മുടെ പുളിയും ശർക്കരയും ഈന്തപ്പഴവും കൊണ്ടിട്ടുള്ള മധുരം, കുറച്ച് പുളി മധുരമുള്ള പുളിയുടെ ചട്നി. ഈ 2 ചട്നിയാണ്. പിന്നെ ജീരകം വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ച് വയ്ക്കുക. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് നമ്മൾ നല്ല മധുര, അതായത് പോലെ പുളിയില്ലാത്ത കട്ടിത്തൈര്, ഒന്ന് കട്ടല്ലാണ്ട് ഉടച്ചെടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള തൈരാണത്. അത് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ അത് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വട വെള്ളത്തിൽ കിടന്നിട്ട് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് മെല്ലെ ഒന്ന് അതിൻ്റെ വെള്ളം ഞെക്കി കളയണം. മുഴുവൻ കളയാൻ പാടില്ല. നമ്മൾ വട ഇവിടെ സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണം. ഈ മധുരമുള്ള ചട്നി പിന്നെ നമ്മുടെ മല്ലിയില ചട്നി, പിന്നെ മുകളിൽ നമ്മൾ പൊടിച്ച ജീരകം വെതറി കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദഹിബല്ല് റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുളിയും മധുരവും എല്ലാം ഒത്തുചേരുന്നൊരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഹോളി. ഇവിടെ എല്ലാവരും ഇന്ന് ഹോളി ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളും ഇന്ന് രാവിലെ തൊട്ട് ഹോളി ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇന്ന് ഉച്ചയ്ക്കുള്ളൊരു വിഭവമാണ് ദഹിബല്ല്. സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ദഹിബല്ല് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഈ ആഘോഷത്തിൽ പങ്കുചേരുക. എല്ലാവർക്കും നല്ലൊരു ഹോളി ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.